In the previous class, we discussed about the classification of matter. Matter's classification നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് മിക്സ്ചേഴ്സ്, പ്യുവർ സബ്സ്റ്റൻസസ്, പിന്നെ മിക്സ്ചേഴ്സ് again divide into homogeneous mixtures, heterogeneous mixtures. അതേപോലെ പ്യുവർ സബ്സ്റ്റൻസസിനെ ക്ലാസിഫൈ ചെയ്തിട്ട് എലിമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടുണ്ടാവും. ടുഡേ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് ദ മെഷർമെൻറ്റ്സ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ആദ്യം പറയാൻ പോകുന്നത്. പിന്നെ SI യൂണിറ്റ്സ്, പിന്നെ ടെമ്പറേച്ചർ സ്കെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് ദ മെഷർമെൻറ്റ്. അപ്പോൾ you know that every substance has unique characteristic properties. ഓരോ സബ്സ്റ്റൻസിനും അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതിന് പ്രധാനമായിട്ടും നമ്മൾ രണ്ടായിട്ടാണ് പറയാറ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ദീസ് പ്രോപ്പർട്ടീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇതെന്താണെന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചതായിരിക്കും. അതൊരു ഡെഫിനിഷനാക്കി വെക്കുന്നേ ഉള്ളൂ. എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അതിൻ്റെ കളറ്, അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ സൊല്യൂബിലിറ്റി, ഡെൻസിറ്റി പോലുള്ള കാര്യങ്ങളാണ് പറയുക. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ അതിൻ്റെ കെമിക്കൽ നേച്ചർ, അതായത് ആസിഡ് ആണോ, ബേസ് ആണോ, റെഡ്യൂസിങ് ഏജൻ്റ് ആണോ, ഓക്സിഡൈസിങ് ഏജൻ്റ് ആണോ, അങ്ങനത്തെ കെമിക്കൽ ബിഹേവിയറാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? ഇപ്പം ഞാൻ പറഞ്ഞു കളർ, ഓർഡർ ഒക്കെയാണ്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഐഡൻറ്റിറ്റി മാറ്റേണ്ട ആവശ്യം വരില്ല. കാണുമ്പോൾ തന്നെ അറിയാം കളർ എന്താണ്, മണക്ക് നോക്കിയാൽ സ്മെല്ല് എന്താണ് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓർ ഒബ്സർവ്ഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഐഡൻറ്റിറ്റി ഓർ ദി കോമ്പോസിഷൻ ഓഫ് ദ സബ്സ്റ്റൻസ്. ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യാതെ തന്നെ അതിൻ്റെ ആ പ്രോപ്പർട്ടി മെഷർ ചെയ്യാൻ കഴിയും. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെയാണ് കളർ, ഓർഡർ എന്ന് പറഞ്ഞ സ്മെല്ല്, സൊല്യൂബിലിറ്റി, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് എല്ലാം നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സബ്സ്റ്റൻസിനെ പ്രത്യേക മാറ്റമൊന്നും, കെമിക്കൽ ചേഞ്ച് ഒന്നും വരുത്തേണ്ടി വരില്ല. ഇപ്പോൾ സൊല്യൂബിലിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് നോക്കിയാലും അതിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും വാട്ടറിൽ നിന്ന്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓർ ഒബ്സർവ്ഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദി ഐഡൻറ്റിറ്റി ഓഫ് ദി കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമ്പിളോ കളറ്, ഓർഡർ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി, സൊല്യൂബിലിറ്റി എല്ലാം ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരും. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണെങ്കിലോ, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്? ടു മെഷർ എ കെമിക്കൽ പ്രോപ്പർട്ടി വി റിക്വയർ എ കെമിക്കൽ ചേഞ്ച് ടു ഒക്കർ. കെമിക്കൽ റിയാക്ഷൻ നടത്തി നോക്കേണ്ടി വരും. ഇപ്പോൾ കമ്പസ്റ്റബിൾ ആണോ, ആ സാധനം കമ്പസ്റ്റൻ നടത്തുമോ എന്നറിയണമെങ്കിൽ നമ്മൾ അതിനെ കത്തിച്ച് നോക്കണം. അപ്പോൾ പിന്നെ നമുക്കതിനെ തിരിച്ചു കിട്ടുമോ? തിരിച്ചു കിട്ടില്ല. അതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കെമിക്കൽ ബിഹേവിയർ ആയ അസിഡിറ്റി, അതുപോലെ തന്നെ ബേസിസിറ്റി, കമ്പസ്റ്റിബിലിറ്റി, ഇതൊക്കെയാണ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരിക. അപ്പോൾ എന്താണ് ഓക്സിഡൈസിങ്, ഈസ് ഇറ്റ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓർ എ റെഡ്യൂസിങ് ഏജൻറ്റ്, ഇതൊക്കെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരും. The chemical properties require a chemical change to occur. For measuring chemical properties, we have to do a chemical change in that substance to occur. അപ്പോൾ രണ്ട് മനസ്സിൽ ഇതിലാണെങ്കിൽ അങ്ങനത്തെ മാറ്റമൊന്നും വരുത്തേണ്ടി വരില്ല. Without changing the identity of the compound, we can measure physical property. But to measure chemical property, we have to do some chemical experiments in it. എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക. കളർ, ഓർഡർ അങ്ങനത്തെ കാര്യമൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അസിഡിറ്റി, ബേസിസിറ്റി ഒക്കെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ഇനി വേറൊരു ചെറിയൊരു കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്. യൂണിറ്റ്സ് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും ഓരോ യൂണിറ്റ് ഉണ്ട് അല്ലേ. ഇപ്പം ലെങ്ത് ആണെങ്കിൽ മീറ്റർ, കിലോമീറ്റർ, അങ്ങനെ യൂണിറ്റ്സ് ഉണ്ട്. പക്ഷേ
ദ സിസ്റ്റം ഇൻ്റർനാഷണൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. SI യൂണിറ്റ്സ്. SI യൂണിറ്റ്സിൽ there are 7 ബേസ് യൂണിറ്റ്സ്. അതൊക്കെ നിങ്ങൾ ചെറിയ 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതൊന്നുകൂടെ 11th വീണ്ടും പറയുന്നുണ്ട്. വാട്ട് ആർ SI യൂണിറ്റ്സ്? SI യൂണിറ്റ്സിൽ 7 ബേസ് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്നുകൂടെ പഠിക്കാം. SI യൂണിറ്റ്സ്. അപ്പോൾ there are 7 base units in system international unit system. SI units. ഓക്കെ. ആ 7 ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്, അതിൻ്റെ യൂണിറ്റ്സ് ഏതാണ്? അപ്പോൾ ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, what is a unit? What is the symbol of that unit? Okay. അപ്പോൾ ആദ്യത്തെ ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ലെങ്ത്ത്. ലെങ്ത്തിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞു, മീറ്റർ, കിലോമീറ്റർ, അങ്ങനത്തെ യൂണിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ പരിചയമാണ്. അതുപോലെ തന്നെ ഇഞ്ച്, സെൻറ്റിമീറ്റർ, അങ്ങനെ ഇഷ്ടംപോലെ യൂണിറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ SI യൂണിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഏതാണ്? മീറ്റർ. അതിൻ്റെ സിമ്പിൾ നമ്മളെങ്ങനെ എഴുതുക? M. ഞാൻ എഴുതി ശ്രദ്ധിച്ചൊന്ന് വിചാരിക്കണം. മീറ്റർ എന്നൊക്കെ എഴുതുമ്പോൾ MS സ്മോൾ ലെറ്ററാണ് എഴുതേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററൊക്കെ എഴുതി ശീലിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇനി നിങ്ങൾ സയൻസ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി മാസ് അതുപോലെ നിങ്ങൾക്കറിയാം, ഗ്രാമിൽ, കിലോഗ്രാമിൽ, മില്ലിഗ്രാമിലൊക്കെ മാസ് പറയാം. പക്ഷെ മാസിൻ്റെ യൂണിറ്റ്, SI യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം. സിമ്പിള് kg. ഇവിടെയും K നമ്മൾ സ്മോൾ ലെറ്ററിലാണ് തുടങ്ങുക. KG എന്ന് എഴുതുമ്പോഴും K സ്മോൾ ലെറ്ററിലാണ് എഴുതുന്നത്. ഓക്കെ. അടുത്ത മൂന്നാമത്തതാണ് ടൈം. ടൈമിന് ഈ പറഞ്ഞ പോലെ അവർ, മിനിറ്റ്, സെക്കൻഡ്, അങ്ങനെ ഇഷ്ടംപോലെ യൂണിറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ ബേസ് യൂണിറ്റ് ഏതാണ്? സെക്കൻഡാണ്. ഏറ്റവും ചെറുതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ സെക്കൻഡാണ് നമ്മുടെ SI യൂണിറ്റ്. എസ് എന്നാണ് ഇതിനെ നമ്മൾ സിമ്പിൾ S എന്നാണ് ഇത്. അടുത്തത് ഇലക്ട്രിക് കറണ്ട്. ആംബിയർ. ആംബിയർ നിങ്ങൾക്കറിയാം, സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. പക്ഷേ യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോൾ A സ്മോൾ ലെറ്റർ ആണ് എഴുതാറുള്ളത്. ഓക്കെ. അവിടെ അതിൻ്റെ സിമ്പിള് ക്യാപിറ്റൽ A ആണ്. കാരണം ഈ സയൻറ്റിസ്റ്റിൻ്റെ പേര് വരുന്നതിൽ നമ്മൾ സിമ്പിള് ക്യാപിറ്റൽ A ആണ് ഉപയോഗിക്കുക, ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കുക. വേറെ എല്ലാത്തിനും സ്മോൾ ലെറ്റർ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ അടുത്ത ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ നിങ്ങൾക്കറിയാം, ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സ്കെയിൽസ് ഉണ്ട്. ഡിഗ്രി സെൻറ്റിഗ്രേഡ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, കെൽവിൻ സ്കെയില്. കെൽവിൻ സ്കെയിലിൽ നമ്മൾ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിലിനും കൂടെ പറയും, അല്ലെങ്കിൽ തെർമോഡൈനമിക് ടെമ്പറേച്ചർ എന്നാണ് ഇവിടെ SI യൂണിറ്റിൽ പറയുന്നത്. ഓക്കെ. തെർമോഡൈനമിക് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ എന്ന് മാത്രം എഴുതിയാലും മതി. ഇവിടെ ടെമ്പറേച്ചർ, കെൽവിൻ. അതിലെ കെൽവിനാണ് നമ്മൾ SI സിസ്റ്റത്തിൽ സെലക്ട് ചെയ്തിരിക്കുന്ന യൂണിറ്റ്. കെൽവിൻ ടെമ്പറേച്ചറാണ്. കെൽവിൻ എഴുതുമ്പോൾ K സ്മോൾ എഴുതുക, പക്ഷേ സിമ്പിൾ എഴുതുമ്പോൾ K ക്യാപിറ്റൽ എഴുതുക. കാരണം കെൽവിൻ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. വേറെ അല്ലാത്ത കേസിലൊക്കെ സ്മോൾ ആണ് കേട്ടോ. ഇനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ സാധാരണ മോളാണ് യൂണിറ്റ്. MOLE മോള്. അതിൻ്റെ സ്മോൾ അബ്രീവിയേഷൻ MOL മോൾ. ഓക്കെ. രണ്ട് സാധനം അല്ല. MOLE മോള് തന്നെയാണ്. MOL മോൾ അതിൻ്റെ അബ്രീവിയേഷനാണ്. ഓക്കെ. അല്ലെങ്കിൽ അതിൻ്റെ സിമ്പിളാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. അത് ഞാനിപ്പോൾ ഇവിടെ മുകളിൽ എഴുതാം. ഈ SI യൂണിറ്റ് എന്നുള്ള ഹെഡിങ് മാറ്റിയിട്ട് മുകളിലോട്ട് എഴുതാം. ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡേല, CB ഇതാണ് ഷോർട്ട് സിമ്പിൾ.
ഈ ലൂമിനസ് ഇൻറ്റൻസിറ്റി നിങ്ങൾ ഫിസിക്സിലൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വേറെ എല്ലാ യൂണിറ്റും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ലൂമിനസ് ഇൻറ്റൻസിറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്കത് ആവശ്യമുള്ളപ്പോൾ മനസ്സിലാക്കിയാൽ മതി. സംതിങ് കണക്റ്റഡ് വിത്ത് ലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് 7 ബേസ് യൂണിറ്റ്സ്. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതല്ല, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അത് ഒന്നും കൂടെ ഇവിടെ റിപ്പീറ്റേഷൻ വരുന്നത് കൊണ്ട് പറയാം. ഓക്കെ, ഇനി prefixes used in the SI system. Prefixes used in the SI system. Prefixes. Prefix എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വേർഡിൻ്റെ മുന്നേ ഫിക്സ് ചെയ്യുന്ന, യൂസ്ഡ് ഇൻ ദ SI system. ഒരു വേർഡിന് മുന്നേ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ പ്രീഫിക്സസ് എന്ന് പറയുക. ഇപ്പം കിലോഗ്രാം എന്ന് പറയുമ്പോൾ ഗ്രാമിൻ്റെ മുന്നിലെ പ്രിഫിക്സ് ആണ് ഈ കിലോ എന്ന് പറഞ്ഞ സാധനം, കിലോഗ്രാം. അതുപോലെ നാനോഗ്രാം, മില്ലിഗ്രാം, മൈക്രോഗ്രാം, അങ്ങനെ കുറേ പ്രിഫിക്സ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രിഫിക്സും, ഇപ്പോൾ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 കിലോഗ്രാം എത്ര ഗ്രാമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. 1 കിലോഗ്രാം ഈക്വൽ ടു 1000 ഗ്രാം. ഓക്കെ, അപ്പോൾ കിലോ എന്ന് പറയുന്ന ഈ പ്രിഫിക്സ് വരുമ്പോൾ ഈ 1000 ഗ്രാമിന് നമുക്ക് എങ്ങനെ എഴുതാം? 10ൻ്റെ പവറായിട്ട് എങ്ങനെ എഴുതാം? 10 സ്ക്വയർ 100 ആണ്, 10 ക്യൂബ് 1000 ആണ് അല്ലേ. അപ്പോൾ 10 ക്യൂബ് ഗ്രാം. 1 കിലോഗ്രാം ഈക്വൽ ടു 10 ക്യൂബ് ഗ്രാം. അപ്പോൾ കിലോ എന്നുള്ള പ്രീഫിക്സ് ഏത് യൂണിറ്റിൻ്റെ കൂടെ വന്നാലും അത് 10 ക്യൂബാണ്. അപ്പോൾ കിലോ എന്നുള്ള പ്രിഫിക്സ് അതിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയും നമ്മൾ. അതിൻ്റെ മൾട്ടിപ്പിൾ അപ്പോൾ എത്രയാണ്? ഇറ്റ്സ് മൾട്ടിപ്പിൾ ഈസ് 10⁻³ ഓക്കെ. അപ്പോൾ കിലോ എന്നുള്ളതിൻ്റെ മൾട്ടിപ്പിൾ എത്രയാണ്? 10⁻³. സോ 1 കിലോഗ്രാം ഈക്വൽ ടു 1000 ഗ്രാം. മനസ്സിലായി? ഇങ്ങനെ ഓരോന്നിൻ്റെയും മൾട്ടിപ്പിൾ എത്രയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ 1 മില്ലിഗ്രാം 1 mg. അപ്പോൾ മില്ലിയുടെ പ്രിഫിക്സ് എത്രയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 1000 മില്ലിഗ്രാം ഈക്വൽ ടു 1 ഗ്രാം. 1 ഗ്രാം ആവണമെങ്കിൽ 1000 മില്ലിഗ്രാമുകൾ ചേരണം അല്ലേ. അപ്പോൾ 1 മില്ലിഗ്രാം എത്രയാണ്? 1/1000 ഗ്രാം. ഞാൻ ആ 1000നെ അങ്ങോട്ട് എടുത്തു. 1000 മില്ലിഗ്രാം ചേരുമ്പോഴാണ് 1 ഗ്രാം ആവുക. അപ്പോൾ 1 മില്ലിഗ്രാം എത്രയാണ്? ഈ 1000നെ അങ്ങോട്ട് എടുത്തു, 1ൻ്റെ താഴെ വന്നു മതി. 1/1000 ഗ്രാം. ഓക്കെ, 1/1000 എന്ന് പറഞ്ഞാൽ 1/10⁻³ അല്ല. ഞാൻ ഇവിടെ എഴുതിയ കാര്യം തന്നെയാണ്. ഇവിടെ ഞാൻ 1000നെ 10⁻³ എന്ന് എഴുതിയല്ലോ. ഇവിടെ താഴെ 1000 ആയതുകൊണ്ട് 1/10⁻³ ഗ്രാം. അപ്പോൾ ഇത് മുകളിലോട്ട് എടുക്കുമ്പോൾ 10⁻³ മുകളിലോട്ട് എടുക്കുമ്പോൾ എന്താവും? 10⁻³ ഗ്രാം. അപ്പോൾ മില്ലി എന്ന് പറയുന്നതിൻ്റെ പ്രീഫിക്സ് എത്രയാണ്? അപ്പോൾ 10⁻³ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ പ്രിഫിക്സുകളും വന്നിരിക്കുന്നത്. ഇങ്ങനെ നമുക്കത് അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇപ്പോൾ പൈക്കോ അതിൻ്റെ പ്രിഫിക്സ് 10⁻⁻12. ഇപ്പോൾ 1 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻12 മീറ്റർ. ഓക്കെ, ഇനി നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁻9. അപ്പോൾ there is a table given in the textbook. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിഫിക്സസ് ആൻഡ് ദർ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ യോക്ടോ 10⁻⁻24, സെപ്റ്റോ 10⁻⁻21, അറ്റോ 10⁻⁻18, ഫെംറ്റോ 10⁻⁻15. ഫെംറ്റോ ഒക്കെ നമ്മൾ അറ്റോമിക് റേഡിയസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഫെംറ്റോമീറ്ററിലൊക്കെയാണ് പറയുക. അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ റേഡിയസ്, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് ഒക്കെ പറയുമ്പോൾ അത് അത്രയും ചെറുതാണ്. അപ്പോൾ ഫെംറ്റോമീറ്റർ എന്നൊക്കെ. അപ്പോൾ ഫെംറ്റോ എന്ന് പറയുമ്പോൾ പ്രിഫിക്സ് എത്രയാണ്? 10⁻⁻15 ഫെംറ്റോ. അപ്പോൾ ഫെംറ്റോ, അതുപോലെ പൈക്കോ, നാനോ, മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁻6 ആണ്. മൈക്രോ 10⁻⁻6.
അപ്പോൾ ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ ബോർഡിലേക്ക് എഴുതുന്നത്. പറ്റാവുന്ന അത്രയും പഠിക്കുക ടേബിൾ. പിന്നെ മില്ലി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 10⁻³ സെൻറ്റി 10⁻². സെൻറ്റി ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഡിറൈവ് ചെയ്യാം. നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ അല്ലേ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ത് വരും? 1/100 മീറ്റർ. അപ്പോൾ 1/10² മീറ്റർ അല്ലേ. അതിന് 10² മേലിൽ പോകുമ്പോഴോ 10⁻². അപ്പോൾ സെൻറ്റി എന്നുള്ളതിൻ്റെ പ്രിഫിക്സ് എത്രയാണ്? 10⁻². സെൻറ്റി എന്ന് പറഞ്ഞാൽ 10⁻². ഡീക്ക 10⁻1 ആണ്. ഓക്കെ. ഇനി ഹെക്ടോ 10², കിലോ 10⁻³ നമ്മൾ നേരത്തെ പറഞ്ഞു, മെഗാ 10⁻⁶, ഗീഗ 10⁻⁹, ടെറ 10⁻12. അത്രയും പഠിച്ചോളൂ, ടെറ വരെ. ബാക്കി കുറച്ചും കൂടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഈ ബോർഡിൽ എഴുതിയ ചിലതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടുത്ത വർഷം ചില പ്രോബ്ലംസിലൊക്കെ പൈക്കോമീറ്റർ എന്ന് പറയും. അതുപോലെ ഇപ്പോൾ വേവ് ലെങ്ത്തിൻ്റെ പ്രോബ്ലംസിലൊക്കെ നാനോമീറ്റർ എന്ന് പറയും. അപ്പോൾ ആറ്റോമിക് റേഡിയസ് പറയുമ്പോൾ ഫെംറ്റോമീറ്റർ എന്ന് പറയും. അപ്പം നിങ്ങൾക്കത് പ്രീഫിക്സ് എത്രയാണ്? 1 ഫെംറ്റോമീറ്റർ = 10⁻⁻15 മീറ്റർ എന്നുള്ള കൺവേർഷൻ അറിയണം. കാരണം മീറ്ററാണ് SI യൂണിറ്റ്. അപ്പോൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അറിയേണ്ടി വരും. അതുപോലെ നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁻9 മീറ്റർ എന്നൊക്കെ അറിയേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഈ പ്രീഫിക്സുകൾ കഴിയുന്ന അത്രയും പഠിക്കുക. ഓക്കെ. ഇനി ചെറിയൊരു കാര്യം കൂടെ പറയാം. പിന്നെ SI യൂണിറ്റ് അല്ലാത്ത ചില യൂണിറ്റുകൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട് വോളിയം ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. വോളിയം സാധാരണ മെഷർ ചെയ്യാം. ഇപ്പോൾ പാല് ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ വോളിയം ഏതിലാണ് പറയുക? ലിറ്ററിലാണ് പറയുക അല്ലേ. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ലിറ്ററൊന്നും അറിയുണ്ടാവില്ല. കവറിലൊക്കെ ആയിട്ട് പാല് വരുന്നുണ്ട്. പക്ഷെ ലിറ്ററിലാണ് പൊതുവെ ലിക്വിഡ്സിൻ്റെ മെഷർമെൻറ്റ്സ് പറയാം. അപ്പോൾ 1 ലിറ്റർ എത്രയാണ്? 1000 ml ആണ്. അപ്പോൾ ഇതിനെ ലിറ്റർ അല്ലെങ്കിൽ മില്ലി ലിറ്ററിനെ ഒന്നും നമ്മൾ SIയിൽ പെടുത്തിയിട്ടില്ല. ഓക്കെ. അപ്പോൾ 1 ലിറ്റർ. അപ്പോൾ ലിറ്റർ ഈസ് അനദർ യൂണിറ്റ് യൂസ്ഡ് ഫോർ മെഷറിങ് ലിക്വിഡ്സ്. വോളിയം ഓഫ് ലിക്വിഡ്സ് യൂസ്ഡ് ഫോർ മെഷറിങ് വോളിയം ഓഫ് ലിക്വിഡ്സ്. 1 ലിറ്റർ = 1000 ml, which is equal to 1000 cm³, which is equal to 1 decimeter³. ഇത് പഠിച്ചോളൂ കേട്ടോ. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള കാര്യം തന്നെയാണ്. 1 ലിറ്റർ = 1000 ml, which is equal to 1000 cm³ = 1 decimeter³. അപ്പോൾ 1 decimeter³ എന്ന് പറഞ്ഞാൽ അത് 1 ലിറ്റർ ആണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ. ഇനി ടെമ്പറേച്ചറിൻ്റെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സ്കെയിൽസ് ഞാൻ ജസ്റ്റ് നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. അവരുടെ ഇൻ്റർ കൺവേർഷൻ എങ്ങനെയാണ് എന്നൂടെ നോക്കാം. യു നോ ദാറ്റ് 3 different temperature scales are generally used based on the melting point of water and boiling point of water. ടെമ്പറേച്ചറിനെ നമ്മൾ മെഷർ ചെയ്യുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് വാട്ടറും ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടറും ആണ്. അപ്പോൾ ഡിഗ്രി സെൻറ്റിഗ്രേഡ് സ്കെയിൽ അല്ലേ, ഡിഗ്രി സെൻറ്റിഗ്രേഡ് സ്കെയില്, പിന്നെ ഫാരൻഹീറ്റ് സ്കെയില്, പിന്നെ കെൽവിൻ സ്കെയിൽ. 3 different temperature scales ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, ദെൻ കെൽവിൻ സ്കെയിൽ ഓർ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ. കെൽവിൻ സ്കെയിൽ തന്നെയാണ് ആബ്സല്യൂട്ട് സ്കെയിൽ എന്നും പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡിഗ്രി ഫാരൻഹീറ്റും ഡിഗ്രി സെൻറ്റിഗ്രേഡും തമ്മിലുള്ള ഇൻ്റർ കൺവേർഷൻ അങ്ങനെയാണ്. പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ. ഇനി കെൽവിൻ സ്കെയിലും ഡിഗ്രി സെൻറ്റിഗ്രേഡ് സ്കെയിലും തമ്മിലുള്ള കൺവേർഷൻ എങ്ങനെ ചെയ്യുക? ഡിഗ്രി സെൻറ്റിഗ്രേഡ് സ്കെയിലുള്ള ടെമ്പറേച്ചറിൻ്റെ കൂടെ 273 ആഡ് ചെയ്താൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിലും. ഡിഗ്രി കെൽവിൻ എന്ന് പറയാൻ പാടില്ല കേട്ടോ. ഡിഗ്രി ഫാരൻഹീറ്റ്, ഡിഗ്രി സെൽഷ്യസ് അത് പറയാം. ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം, പക്ഷേ ഡിഗ്രി കെൽവിൻ എന്ന് പറയില്ല. അപ്പോൾ 3 different ടെമ്പറേച്ചർ സ്കെയിൽസ് ഏതൊക്കെയാണ്? സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. SI യൂണിറ്റ് ഇതിൽ കെൽവിൻ സ്കെയിലാണ്, അല്ലെങ്കിൽ എന്ത് പറയും? ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയും. അപ്പോൾ ഡിഗ്രി ഫാരൻഹീറ്റും ഡിഗ്രി സെൻറ്റിഗ്രേഡും അല്ലെങ്കിൽ സെൽഷ്യസ് സ്കെയിലും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഡിഗ്രി ഫാരൻഹീറ്റ് = 9/5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് + 32.
ഇതിന്ന് വേണമെങ്കിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്തതെന്ന് തന്നെ എടുക്കാം. 9/5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഈക്വൽ ടു ഡിഗ്രി ഫാരൻഹീറ്റ് -32. -32 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ത് കിട്ടും? -32. ഈ 5/9 അങ്ങോട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് പഠിച്ചാൽ മതി. ഒന്ന് പഠിച്ചാൽ ഇതിൽ നിന്ന് നിങ്ങൾക്കിത് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പഠിക്കേണ്ടതാണ്. ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ റിപ്പീറ്റേഷനാണ്, നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞു തരുവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വെച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ അൺസർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ്സിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് ലെങ്ത്ത് മെഷർ ചെയ്യുന്നത് കാര്യം, അങ്ങനെ മെഷർമെൻറ്റ്സിൻ്റെ കാര്യം, അതുപോലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഒക്കെ പറയുന്ന പുതിയ ചില കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് മിക്കതും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു റിവിഷനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്യാം. അതുപോലെ നോട്ട്ബുക്കിൽ ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണം.